ഒരിക്കലും വേർപിരിയില്ല എന്ന് വാക്ക് നൽകി ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് സുജിനും പൊന്നൂസും ജീവിതത്തിൽ ആദ്യമായി ഒന്നിക്കുന്നത്. 18 വയസ്സിൽ ഇറക്കിക്കൊണ്ടുവന്നാണ് സുജിൻ പൊന്നൂസിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുവരുടെയും വിവാഹമോചന വാർത്തകൾ തന്നെയാണ്. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനും കുടുംബജീവിതത്തിനും ഒടുവിലാണ് ഇരുവരും ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്നത്. നിതയ്ക്ക് 18ഉം സുജിന് 23 വയസ്സുള്ളപ്പോഴായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സുജിനെ വീട്ടുകാർ പെണ്ണ് കെട്ടിക്കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു. കാരണം നിത ഒറ്റ മകളായിരുന്നു അച്ഛന്. അച്ഛനാവട്ടെ ഗൾഫിൽ നല്ല ശമ്പളവുമായിരുന്നു. കാനൽ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജറായിരുന്നു നിതയുടെ അച്ഛൻ. മാസം 2-3 ലക്ഷം രൂപ ശമ്പളം. ആ ഒരു സമയത്താണ് സുജിനുമായി അടുക്കുന്നതും പ്രണയത്തിലാവുന്നതും. എന്തൊക്കെ വന്നാലും സുജിനെ തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു പൊന്നൂസ്. ഒടുവിൽ വീട്ടിലെറിഞ്ഞ് ഇനി ഒരിക്കലും വിവാഹം നടക്കില്ല എന്ന് ഉറപ്പു വന്നപ്പോൾ സുജിൻ നാട് വിട്ട് ഗൾഫിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ആ സമയത്താണ് പൊന്നൂസ് അവസാനമായി സുജിനെ ഫോൺ വിളിക്കുകയും പിന്നീട് അങ്ങോട്ട് ഒരുമിച്ച് ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. വീട്ടുകാർ വിവാഹം കഴിഞ്ഞതോടുകൂടി എല്ലാം സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ആ ബന്ധമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. പുറമെ വ്ളോഗിലൂടെയൊക്കെ വലിയ സന്തോഷത്തിൽ കഴിഞ്ഞാലും ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് സുജിനോ പൊന്നൂസോ വെളിപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അത് ആരും ചോദിക്കരുതെന്ന് പൊന്നൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു രീതിയിൽ പൊന്നൂസ് ഇരുന്നേനെയെന്നും ഇവന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഈ ഒരു ഗതി വന്നത് എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത്.